വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ജോൺ ആണെങ്കിൽ ബിവറേജസിലേക്ക് വരുന്നുണ്ട്. അന്നേരം കാറിൽ പ്രകാശൻ ഡ്രൈവറോടൊപ്പമാണ് വരുന്നത്. അന്നേരം ആളിപ്പോഴേ നല്ല ഫിറ്റാണ്, നീ പോയി ഒന്നുകൂടി എടുത്തുകൊണ്ട് വാന്ന് ഈ സതീശനെ പറഞ്ഞു വിടുകയാണ്. അന്നേരം സാർ ഇപ്പോഴേ നല്ല ഫിറ്റാണെന്ന് പറയുമ്പോൾ ഞാൻ എത്ര കുടിച്ചാലും ഫിറ്റാവില്ല, നീ പോയി എടുത്തുകൊണ്ട് വാന്ന് പറയുകയാണ്. തുടർന്ന് ഈ ജോണും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. നിൽക്കാൻ പോലും വയ്യ, സതീശന് ഇറങ്ങുകയാണ്. എന്നിട്ട് ഏത് ബ്രാൻഡാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും കാലം കൂടെ നടന്നിട്ട് നിനക്ക് അറിയില്ലല്ലേ, ഞാൻ കൂടെ വരാമെന്ന് പറയുന്നുണ്ട്. അന്നേരം അയ്യോ വേണ്ട സാറേ, ഇവിടെയൊക്കെ ലോക്കൽസ് ഒക്കെ ഉണ്ട്, പിന്നെ സാർ വരണ്ട, ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം, ചിലപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്നതൊന്നും തരില്ല, അവിടെ ഉള്ളതൊക്കെ തന്ന് നമ്മളെ പറഞ്ഞു വിടുമെന്ന് പറയുകയാണ്. അന്നേരം ഒരു കൈലി അങ്ങോട്ട് എടുത്ത് മടക്കി കുത്തിയാൽ ഞാനും ലോക്കൽസ് ആടാന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വേളം വയ്ക്കുകയാണ് ജോൺ ആണെങ്കിൽ. എന്നിട്ട് ഞാൻ ADM ആണ് വന്നിരിക്കുന്നതെന്ന് പറ, തന്നില്ലെങ്കിൽ അത് ഷോപ്പ് ഞാൻ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. അന്നേരം സാർ ഇവിടെ നില്ല, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സതീശൻ പോകുന്നുണ്ട്. അന്നേരമാണ് കമലിനാണെങ്കിൽ ഓട്ടോശ്രീ ഓട്ടോയായിട്ട് എത്തുന്നുണ്ട്. അന്നേരം നോക്കുമ്പോൾ ജോൺ അവിടെ നിന്ന് ആരൊക്കെയോ ഫോൺ വിളിച്ച് ആകെ ബഹളം. അന്നേരം ADM ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവന്മാർക്കൊക്കെ ഇവനൊക്കെ എന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ട് കമലിനാണെങ്കിൽ ഫോൺ ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അത് വിഷ്ണുവിനെ ആണെന്ന് തോന്നുന്നു വിളിക്കുന്നത്. എന്നിട്ട് ഒരു പണി കൊടുക്കുക എന്നുള്ള രീതിക്ക് കമലിന് വെളിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അന്നേരം കമലിൻ്റെ കുറേ കൂട്ടുകാരൊക്കെ എത്തുന്നുണ്ട്. അന്നേരം ഇവന്മാർക്കൊക്കെ മാറിപ്പോയാൽ പോരെ, നമ്മളൊക്കെ ഉള്ള സ്ഥലത്ത് എന്തിനാ, നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന കാശാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പ്രകാശനല്ല സതീശനാണെങ്കിൽ സാധനം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അന്നേരം പറയുകയാണ് അകത്ത് പോകാമെന്നുള്ള രീതിക്ക് നിൽക്കുമ്പോൾ കമലിനാണെങ്കിൽ ഒരു വഴക്കുണ്ടാക്കുക എന്നുള്ള രീതിക്ക് തന്നെയാണ് ഈ സതീശനാണെങ്കിൽ ഈ കുപ്പിയും കൊണ്ട് അങ്ങോട്ടത്തേക്ക് ജോണിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കമലിന് ഓടി അങ്ങോട്ട് ചെന്ന് സതീശനെ മനഃപൂർവ്വം ഇടിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇങ്ങോട്ട് വന്ന് ഇടിക്കണമെന്നും പറഞ്ഞ് കമലം ബഹളം ഉണ്ടാക്കുകയാണ്. അന്നേരം നീയല്ലേ ഇങ്ങോട്ട് വന്ന് മുട്ടിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ആരായാലും എന്താ റോഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുക, ഈ റോഡ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയല്ലോ എന്നൊക്കെ കമലം ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ആരാണെന്നറിയാമോ, ഞാൻ ADM ആണെന്ന് പറയുകയാണ്. നിങ്ങൾ ആരാ, എനിക്കെന്താ, കുതിര സാധനം വാങ്ങിക്കാനല്ലേ വന്നത്, അപ്പോൾ നിങ്ങളും കുതിര ഞങ്ങളും കുതിര, ഈ റോഡ് തനിക്ക് സ്ത്രീധനം കിട്ടിയെന്നല്ലല്ലോ, ഇവിടെ ഞങ്ങളും എല്ലാവർക്കും ഒരേ അധികാരമാണ് എന്ന് പറയുമ്പോൾ വഴക്കുണ്ടാവുകയാണ് അവിടെ. ജോണാണെങ്കിൽ ജോണിന് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം തല്ലട ഇവനെന്ന് സതീശനോട് പറയുകയാണ്. പക്ഷേ സതീശൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അന്നേരം തല്ലട ഇവനെന്ന് പറയുന്നുണ്ട്. അന്നേരം കമലിൻ്റെ കുറേ കൂട്ടുകാരൊക്കെ കൂടുന്നുണ്ട്. അന്നേരം ഡ്രൈവറെ കൊണ്ട് തല്ലിക്കാതെ സാർ അങ്ങോട്ട് തല്ലെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ തല്ലും എന്ന് പറഞ്ഞിട്ട് ജോൺ ആണെങ്കിൽ സതീശനല്ല കമലിനെ ഇങ്ങനെ അടിക്കാനായിട്ട് ഓങ്ങുന്നുണ്ട്. പക്ഷേ കമലിനങ്ങ് മാറുകയാണ്. അന്നേരം തറയിൽ ചെന്ന് ജോൺ ചെന്ന് വീഴുന്നുണ്ട്. അന്നേരം അയ്യോ ആരോ മത്സ്യകർ വീണല്ലോ, അങ്ങോട്ട് എഴുന്നേറ്റ് അടിക്ക് സാറേ, അവൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണെന്നൊക്കെ ഈ ബാക്കി കൂടെ നിൽക്കുന്നവർ കളിയാക്കുകയാണ്. അന്നേരം സാറ് എഴുന്നേക്കെന്നിങ്ങനെ സതീശൻ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു, എഴുന്നേക്കെന്ന് പറയുന്നുണ്ട്. സംഭവം വഷളാകുന്നു എന്നുള്ളത് അവിടെ സതീശന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഹിറ്റായതുകൊണ്ട് ജോണിനെ അതൊന്നും അങ്ങോട്ട് കാര്യമാക്കുന്നില്ല. തുടർന്നാണ് എണീക്കാനായിട്ട് പാടുപെടുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഒരു കൈ ഇങ്ങനെ വന്ന് നീട്ടുകയാണ്. അത് വിഷ്ണു ആണ് ഇങ്ങനെ കൈ വന്ന് നീട്ടുന്നത്. അന്നേരം സതീശന് സംഭവം വഷളാകുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ജോണിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം ഇങ്ങനെ ഒരുപാട് വീണിട്ടുള്ളവർക്ക് കൈത്താങ്ങായിട്ട് നിന്നിട്ടുള്ള കൈയാണ് സാറേ, ആരെ എപ്പോൾ സഹായിക്കുമെന്നും അറിയുന്നില്ലല്ലോ, അങ്ങോട്ട് പിടിച്ചോ എഴുന്നേക്ക് എന്ന് പറയുമ്പോൾ ജോണും ഇങ്ങനെ കൈ നീട്ടുന്നുണ്ട്. വിഷ്ണു പിടിച്ച് അങ്ങോട്ട് എഴുന്നേപ്പിച്ച കാറിലോട്ട് അങ്ങോട്ട് ചേർത്ത് നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് മദ്യം കഴിക്കരുതെന്നൊന്നും പറയുന്നില്ല, പക്ഷേ മദ്യം നമ്മളെ കഴിക്കരുത്, ഏതിനും ഒരു ലിമിറ്റ് വേണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നീ എന്താ ഇവിടെ എന്നിങ്ങനെ വിഷ്ണുവിനോട് ചോദിക്കുകയാണ്. അന്നേരം ഇവിടെ വരുന്നത് പിന്നെ എന്തിനാണ്, സാധനം വാങ്ങിക്കാനല്ലേ, ഒരു എണ്ണ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ നിന്ന് സ്വസ്ഥമായിട്ട് അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കളക്ടറേറ്റ് മുഴുവൻ ഇവിടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് വിഷ്ണു ആകെ ചിരിക്കുകയാണ്, ചിരിച്ച് സംസാരിക്കുകയാണ്. അന്നേരം ജോൺ പറയുന്നുണ്ട് നീ എന്നെ ഭരിക്കാനൊന്നും വരണ്ട, നിനക്ക് ഞാനൊരു ഡ്രൈവറിൻ്റെ വില പോലും തന്നിട്ടില്ല, ദൈവത കണ്ടോ ഇവനാണ് എൻ്റെ ഡ്രൈവർ, ഇവൻ എനിക്ക് കള്ള് വാങ്ങിച്ചു തരും, സിഗരറ്റ് വാങ്ങിച്ചു തരും, ഞാൻ പറയുന്ന എന്തും ചെയ്യും, പക്ഷേ നിനക്ക് ഒരു കാവൽപ്പെട്ടിയുടെ വില പോലും ഞാൻ തന്നിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ സതീശനോട് പറയുന്നുണ്ട് നീ പോയി സോഡ വാങ്ങിച്ചുകൊണ്ടോ എന്നൊക്കെ പറയുമ്പോൾ സതീശൻ അങ്ങോട്ട് മാറാൻ തുടങ്ങുമ്പോൾ ശാലിനി ആണെങ്കിൽ വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അന്നേരം സതീശൻ പെട്ടെന്ന് ഈ സാധനം അങ്ങ് പറയിലേക്ക് ഒളിപ്പിക്കുന്നുണ്ട്. ശാലിനിയാണെങ്കിൽ സതീശൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താടോ തൻ്റെ ജോലിയും ചോദിക്കുന്നുണ്ട്. അന്നേരം ഇങ്ങനെ അടിമുടി നോക്കുന്നുണ്ട്. അന്നേരം സാധനം ഇങ്ങനെ പുറകിലേക്ക് ഒളിപ്പിച്ചിരിക്കുകയാണ്. അന്നേരം അല്ല പിന്നെ തൻ്റെ ഡ്യൂട്ടി അവസാനിക്കേണ്ട 10 മിനിറ്റ് കൂടി ഉണ്ട് എന്ന് ശാലിനി ഇങ്ങനെ വാച്ച് നോക്കി പറയുന്നുണ്ട്. അന്നേരം ADM പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ADM പറയുന്ന അടിമപ്പണിയെല്ലാം ചെയ്യുകയല്ലല്ലോ തൻ്റെ ജോലി എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ഈ ജോണിൻ്റെ അടുത്തേക്കും വരികയാണ്. എന്താടോ ഇത്, പിന്നെ നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ആൾ ഇങ്ങനെ കിടന്ന് കവലച്ചട്ടമ്പി പോലെ നടു റോഡിൽ കിടന്ന് കുടിച്ച് ബഹളം ഉണ്ടാക്കുന്നു,
തൻ്റെ ജോലിയുടെ ഒരു പഠിപ്പിൻ്റെ ഏതെങ്കിലും കാണിച്ചുകൂടെയും ചോദിക്കുകയാണ്. അന്നേരം സോറി മാഡം 2 എണ്ണം അടിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എടി ആകെ ഇങ്ങനെ നാവൊക്കെ കുഴയുന്നുണ്ട്, സംസാരിക്കാനും പറ്റുന്നില്ല. അന്നേരം ശാലിനി പറയുന്നുണ്ട്, കളക്ടർക്ക് കാവലാളായി നിൽക്കേണ്ട ആളാണ് ഇവിടെ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്, നാണക്കേടെന്നൊക്കെ ഇങ്ങനെ ശാലിനി ഇങ്ങ് പറയുകയാണ്. അന്നേരം സന്തോഷത്തിൻ്റെ പുറകത്ത് 2 പെഗ് അടിച്ചു എന്ന് പറയുകയാണ്. അന്നേരം എന്ത് സന്തോഷമാണ്, ഒരു പാമ സ്ത്രീയെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചതിനല്ലേ താനിങ്ങനെ ആഘോഷിക്കുന്നത് എന്ന് പറയുകയാണ്. അതിന് വേറെയും ഇതൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം 2 എണ്ണം സോറി മാഡം എന്നിങ്ങനെ ജോൺ പറയുകയാണ്. അന്നേരം ശാലിനി ആണെങ്കിലും അവിടെ നിൽക്കുന്ന ഒരാളിനോട് പറയുകയാണ്, അതേ ചേട്ടാ, ഈ സാറാണെങ്കിലേ കളക്ട്രേറ്റിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്, 2 എണ്ണം അടിച്ചു എന്നാണ് പറയുന്നത്, ചേട്ടൻ്റെ നോട്ടത്തിൽ എത്ര എണ്ണം അടിച്ചിട്ടുണ്ടാവും ചോദിക്കുകയാണ്. അന്നേരം അയാളിങ്ങനെ അടിമുടി ജോണിനെ നോക്കുകയാണ്. അതൊക്കെ ഒരു കോമഡി സീൻ പോലെ കാണിക്കുന്ന വിഷ്ണുവും പിന്നെ കമലിനും ഒക്കെ ഇങ്ങ് ചിരിക്കുകയാണ്, ബാക്കി എല്ലാവരും ഒക്കെ. എന്നിട്ട് പറയുകയാണ്, കറക്റ്റായിട്ട് പറഞ്ഞ 6 എണ്ണം എന്നിങ്ങനെ അയാൾ പറയുന്നുണ്ട്. എന്നിട്ട് ശാലിനി പറയുന്നുണ്ട്, ദേ കണക്ക് കണ്ടോ, കൃത്യമാണ്, ഇനി വീട്ടിൽ പോയി ഒന്ന് ആലോചിച്ച് കണക്കൊക്കെ ഒന്ന് തിട്ടപ്പെടുത്തി നോക്ക് എത്രയുണ്ട് എന്നുള്ളത്, തനിക്ക് മര്യാദയില്ലേ മാനമില്ലേ എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഒരുപാട് പറയുന്നുണ്ട്. എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. എന്നിട്ട് സതീശൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, സാറ് പറയുന്നതെല്ലാം അനുവദിച്ചു കൊടുത്ത് നിന്നതല്ലേ സാറ്, ഇനിയൊരു സാറിൻ്റെ സേവനമാണെങ്കിൽ, സതീശൻ്റെ സേവനമാണെങ്കിൽ ഇനി കളക്ട്രേറ്റിൽ ആവശ്യമില്ല എന്ന് പറയുകയാണ്. അന്നേരം സോറി മാഡം, കുഞ്ഞുകുട്ടി പരാതി നിന്നൊക്കെ ഉള്ളതാണെന്നിങ്ങനെ തൊഴുതുകൊണ്ട് പറയുകയാണ്. അന്നേരം കുപ്പി എഴുതിയിരിക്കുകയാണ്, പറയിലേക്ക് മാറ്റുന്നുണ്ട്. അന്നേരം ഒരു പേടിക്കൊന്നും വേണ്ട, ഒരു 6 മാസം സസ്പെൻഷനാണ്, അത് സാറ് നോക്കിക്കോളും, കാവൽപ്പെട്ടി എന്നല്ലേ വിശേഷിപ്പിച്ചത്, അപ്പോൾ പിന്നെ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും സാറിന് തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അവിടെ ഈ സതീശന് സസ്പെൻഷൻ കൊടുക്കുകയാണ് 6 മാസത്തേക്ക്. എന്നിട്ട് ഈ കെട്ടൊക്കെ എന്ന് അടങ്ങുമ്പോൾ സ്വന്തമായിട്ടിരുന്ന് ആലോചിച്ച് നോക്ക് തൻ്റെ ഈ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ശാലിനി പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിയുകയാണ്. എന്നിട്ട് വിഷ്ണു ഏട്ടാന്ന് വിളിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ തലയൊരുക്കുന്നുണ്ട്, കമലിനെ നോക്കി തലയൊരുക്കുകയാണ്. എന്നിട്ട് ശാലിനിയും കാറിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ഈ ജോണിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ അപമാനിച്ചതിന് ഇവിടെ ഇട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, ക്ഷമിച്ച് കളയുകയാണ്, ചീഞ്ഞ് നാറിയവനെ തൊടുന്നവന് നാറും എന്നാണ്, പക്ഷേ ഇതിപ്പോൾ ചത്ത് നിൽക്കുകയല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് കേട്ടോടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണുവും പോകുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ കമലിനെ നോക്കിയിട്ട് കമലിൻ്റെ തോളിലേക്ക് ഇങ്ങനെ കൈവയ്ക്കുകയാണ്. എന്നാൽ കമലിനാണ് ഇവരെ വിളിച്ച് അറിയിച്ചതല്ലോ ഈ ഒരു സംഭവം. എന്നിട്ട് വിഷ്ണുവും ശാലിനിയും കൂടി വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം കമലിനാണെങ്കിൽ ജോണിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, അല്ല സാറേ, ഈ ഒരു ഇതിലേ പെട്ടെന്ന് 2 എണ്ണം പൊട്ടിച്ചങ്ങോട്ട് അടിച്ചു, അപ്പോൾ ഈ നാറ്റമൊക്കെ ഒന്ന് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് മൂക്കൊക്കെ തൊട്ടൊക്കെ കാണിച്ചിട്ട് നാറ്റം എന്നുള്ള രീതിക്കൊക്കെ കാണിച്ചിട്ട് കമലിനും ഓട്ടോ എടുത്ത് പോവുകയാണ്. അന്നേരം ഈ ജോണാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. സതീശൻ്റെ കയ്യിൽ നിന്നും ആ കുപ്പി അങ്ങോട്ട് പിടിച്ചു വാങ്ങിയ റോഡിൽ തന്നെ എറിഞ്ഞങ്ങോട്ട് അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് ആകെ മാനം കെട്ട് നിൽക്കുകയാണ്. തുടർന്ന് കാറിപ്പോകുന്ന വിഷ്ണു ആണെങ്കിൽ ശാലിനിയോട് പറയുന്നുണ്ട്, ഇതുകൊണ്ടൊന്നും അയാൾ പഠിക്കുമെന്ന് തോന്നുന്നില്ല, അന്നേരം നോക്കാം ഏതുവരെ പോകുമെന്ന് ശാലിനിയും പറയുന്നുണ്ട്. അതിനു മുന്നേ ശാലിനി ആണെങ്കിൽ അവിടെ വെച്ച് ജോണിനോട് പറയുന്നുണ്ട്, തൻ്റെ ഈ വേലത്തരങ്ങളൊക്കെ ആരെങ്കിലും ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ ജനങ്ങൾ ചിരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരവും ആകെ ഒരു മനംകെട്ട അവസ്ഥയിൽ ജോൺ നിൽക്കുകയാണ്. വിഷ്ണുവും ചോദിക്കുന്നുണ്ട്, തൻ്റെ ജോലിയുടെ ഒരു ഇതെങ്കിലും കാണിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ആകെ അപമാനിതമായിട്ട് ആകെ ദേഷ്യത്തിൽ ജോൺ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതേസമയം വീട്ടിലെത്തിയ സത്യഭാമയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് രാഘവനാരി ചോദിക്കുന്നുണ്ട്, ഭാമ നിനക്ക് എന്താ പറ്റിയ കാര്യം പറയുമെന്ന് പറയുമ്പോൾ സത്യഭാമയാണെങ്കിൽ ആ നടന്ന സംഭവം പറയുന്നുണ്ട്, ജോൺ വന്ന് വിളിച്ചതും പിന്നീട് കളക്ട്രേറ്റിൽ പോയതും എല്ലാവരും കൂടി ബഹളമായതും ഒക്കെ. എന്നിട്ട് പറയുന്നുണ്ട്, മനഃപൂർവ്വം അവളാണെങ്കിൽ അയാളെ പറഞ്ഞു വിട്ട് എന്നെ അവരുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചതാണ്, കളക്ട്രേറ്റിലേക്കാണെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് വേറെ ഓഫീസാണ്, വേറെ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് എന്നെ അവൾ വിളിപ്പിച്ചത് തന്നെയാണ്, പിന്നെ മനഃപൂർവ്വം അവരുടെയൊക്കെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചു, അല്ലെങ്കിൽ ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ട് അവളൊരു വാക്ക് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ഭാമയങ്ങ് കലിതുള്ളുകയാണ്. അന്നേരം രാഘവനാരി പറയുന്നുണ്ട്, ഇതൊക്കെ നിൻ്റെ തോന്നലാണെങ്കിലും ഭാമേ, ശാലിനിക്ക് അങ്ങനെയൊന്നും ഇല്ല, അവൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെയൊക്കെ വളർന്നു വന്നവളാണ്, നീ ചെയ്യുന്ന ഏത് ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നവളാണ് ശാലിനി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ പണ്ടാണ്, അവൾ കുറേ കാലം കളക്ടർ ആകുന്നതിന് മുമ്പ് ആയ ശേഷം കുറച്ച് കാലമൊക്കെ അവൾ കൊണ്ടു നടന്നു, ചായക്കടയിൽ ജോലി എടുത്തിട്ടുണ്ട്, മണ്ണെണ്ണവിളക്ക് പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ ഇപ്പോൾ AC കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ അവളതൊക്കെ അങ്ങ് മറന്നു കളഞ്ഞു, എന്നെ മനഃപൂർവ്വം വിളിച്ചു വരുത്തി അപമാനിച്ചത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വിഷ്ണു അമ്മയെന്നും പറഞ്ഞ് പുറത്തുനിന്ന് ബൈക്കിൽ വന്നിട്ട് അകത്തേക്ക് അമ്മയെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് കയറുന്നത്. അന്നേരം വന്നല്ലോ എന്നും പറഞ്ഞ് സത്യഭാമ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട്, കാര്യമായിട്ട് രണ്ടുപേരും എന്തോ ചർച്ചയിലാണല്ലോ എന്ന് ചോദിക്കുകയാണ്.
തുടർന്ന് രാഘവൻ നായരാണെങ്കിൽ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട്, ഫാമ ഇങ്ങനെ പലഹാരം കച്ചവടമൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ ചോദിക്കുകയാണ്. അന്നേരം അച്ഛൻ എന്താ എങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല നിൻ്റെ ഭാര്യയ്ക്ക് എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ, പിന്നെ എന്തിനാ അവളെ മനഃപൂർവ്വം വിളിച്ചു വരുത്തി അപമാനിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, അച്ഛാ അത് ആ ADM ഒരുക്കിയ ഒരു ചതിയാണ്, അതിൽ അമ്മ പെട്ടുപോയതാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അല്ലെങ്കിൽ അവനവൻ്റെ ഭാര്യയെ ന്യായീകരിച്ചല്ലേ സംസാരിക്കുകയുള്ളൂ, മനഃപൂർവ്വം എന്നെ വിളിച്ചു വരുത്തിയതാണെന്നൊക്കെ ഇങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. അന്നേരം അമ്മ ഞാൻ പറയുന്നത് സത്യമാണ്, അവൻ്റെ ഡ്രൈവറെ അമ്മയ്ക്ക് ഓർമ്മയില്ലേ, അയാൾ നമ്മളിൽ നിന്നും പണ്ട് പണം പലിശയ്ക്ക് എടുത്തിട്ടുണ്ട്, ഇപ്പോഴും പലിശക്കാശ് തരാനുണ്ട്. അപ്പോൾ എന്നെയും ശാലിനിയും കൂടി അപമാനിക്കാനായിട്ട് അമ്മയെ മനഃപൂർവ്വം അവിടേക്ക് വിളിച്ചു വരുത്തി, അമ്മ അവിടെ ബലിയാടായി പോയതാണ്. ആ ഡ്രൈവറില്ലേ, അവനെ അമ്മയ്ക്ക് ഓർമ്മയില്ലേന്ന് ചോദിക്കുകയാണ്. അവൻ്റെ പണി ഇപ്പോൾ കളയിച്ചിട്ടാണ് ഞാൻ വരുന്നത്, പിന്നെ ആ ADM അവനിട്ടുള്ള പണി ഞാൻ കൊടുക്കും. അവൻ എൻ്റെ അമ്മയാണ് അപമാനിച്ചത്, ഒന്ന് വിശ്വസിക്കുക അച്ഛൻ, അമ്മയെ എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യമില്ല, ശാലിനി ഇതിൽ നിരപരാധിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സത്യഭാമയ്ക്ക് സംഭവം മനസ്സിലാകുന്നുണ്ട്. ഭാമ ഒരക്ഷരം മിണ്ടുന്നില്ല, ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. എന്നിട്ടും വിഷ്ണു പറയുന്നുണ്ട്, അമ്മയെ അപമാനിച്ചപ്പോൾ ശാലിനി ഒന്ന് പതറിപ്പോയി എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ പിന്നീട് ശക്തമായിട്ട് പ്രതികരിച്ചു, ADMന് നല്ല താക്കീത് കൊടുക്കുകയും ചെയ്തു, ഇനി ആവർത്തിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്, പിന്നെ അവനുള്ള പണി ഞാൻ കൊടുക്കും എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ തറപ്പിച്ച് പറയുകയാണ്. അന്നേരം ഭാമയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. ഭാമ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം പിന്നെ രാഘവൻ നായർ പറയുന്നുണ്ട്, മോനെ നീ അത് മനസ്സിൽ വെച്ചേക്കണ്ട, ഭാമയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, പിന്നെ സമ്മതിച്ച് തരാനുള്ളൊരു മടി, അതാണ്, നീ വിഷമിക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട്, അവനുള്ള ADMനുള്ള പണി ഞാൻ കൊടുക്കും എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ പറയുകയാണ്. അപ്പോൾ എന്തോ ഒരു പണി ഈ ജോണിന് വിഷ്ണു വച്ചിട്ടുണ്ട്. ഇതേ സമയം ആ രാത്രി തന്നെയാണ് ശാലിനിയാണെങ്കിൽ വീട്ടിൽ അവിടെ ഹാളിലിരുന്ന് ഇങ്ങനെ ഫയലൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പപ്പിയാണെങ്കിൽ ഇങ്ങനെ പതിയെ വന്ന് ശാലിനിയുടെ അടുത്തേക്ക് നിൽക്കുകയാണ്. ആ വിഷമിച്ചാണ് പപ്പി നിൽക്കുന്നത്. അന്നേരം എന്താ പപ്പിമോൾക്ക് എന്നോട് എന്തെങ്കിലും, ചേച്ചിയമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷമത്തോടെ കുട്ടി ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മ എവിടെയാണ് ചേച്ചിയമ്മയെന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് സങ്കടം വരുന്നുണ്ട്. കുട്ടിയുടെ മുഖത്ത് നോക്കാതെ തന്നെ ശാലിനി പറയുന്നുണ്ട്, അമ്മ ട്രീറ്റ്മെൻറ്റിലായിട്ട് പോയിരിക്കുകയല്ലേ, അന്നേരം അച്ഛനും അമ്മയും ഈ പപ്പിമോളെ കാണാനായിട്ട് ഇനി ഒരിക്കലും വരില്ലേ എന്നിങ്ങനെ കുട്ടി സങ്കടത്തോടെ ചോദിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷമിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അച്ഛനെയും അമ്മയും കാണാത്തതിൽ പപ്പിക്ക് നല്ല വിഷമമുണ്ട്, അത് ശാലിനിക്ക് ഇവിടെ മനസ്സിലാകുന്നുണ്ട്. ഇനി അടുത്ത എപ്പിസോഡിലാണ് ഇവരാണെങ്കിൽ സത്യഭാമയാണെങ്കിൽ വീണ്ടും സത്യങ്ങൾ അറിയാനൊക്കെ ശ്രമിക്കുന്ന എപ്പിസോഡിലാണ്. മഹാ എപ്പിസോഡിൽ മാത്രമേ പക്ഷേ വിഷ്ണുവിൻ്റെ മകളാണ് സത്യ എന്നുള്ളത് സത്യഭാമയുടെ മനസ്സിലാക്കുകയുള്ളൂ. ബാക്കി എന്താണെന്ന് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക്